കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും താഴെ വരുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഫോക്സോ കേസിൽ മദ്രസ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പല ആളുകളും എനിക്ക് കമൻ്റ് ഇടുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ടും പറയും. എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരെന്ന് ചമഞ്ഞ് നടക്കുന്ന ഒരുപാട് ചെറ്റകൾ ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഇത്തരം വെള്ള വസ്ത്രവും ധരിച്ച് തലപ്പാക്കെട്ടും കെട്ടി നടക്കുന്ന ഒരുപാട് ചെറ്റകളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. നിങ്ങൾക്കറിയാം, ഒരു നൂറെ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാറ്റക്കോയ നടത്തുന്ന തെണ്ടിത്തരത്തിനെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും. ഇത്തരം ആളുകൾ എല്ലാ മതവിഭാഗത്തിലുണ്ട്. ഒരു മതത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകളുള്ളത്. സന്യാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിരിക്കുന്നു. RSSകാർ ശാഖയിലിട്ട് ഒരു പയ്യനെ പീഡിപ്പിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടിരിക്കുന്നു. പാസ്റ്റർമാർ, പള്ളിയിൽ അച്ഛന്മാർ, ഇതൊന്നും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല. ആ മതത്തിൽ ജനിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള ചില പരമനായിക്കൾ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഒരു സമുദായം മൊത്തം മറുപടി പറയണം എന്ന് പറയുന്നത് അത് ബാലിശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇത്തരം ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും നമ്മളൊരു മതത്തിൻ്റെ ലേബിളിലേക്ക് കൊണ്ട് അടിച്ചേൽപ്പിക്കാറ്, അല്ലെങ്കിൽ അവർ ഈ മതത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി എല്ലാ മതവിഭാഗത്തിലും ഇത്തരത്തിലുള്ള ആത്മീയ പണ്ഡിതന്മാർ, കാരണം ആത്മീയ വെച്ച് ചൂഷണം ചെയ്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ജോലിയെടുത്ത് ജീവിക്കാൻ കഴിവില്ലാത്ത ഇവിടുത്തെ ഫ്രോഡ് ചെറ്റകൾ ഒരുപാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികളുടെ ഇടയിൽ സുരക്ഷിതമായിട്ട് അവരിപ്പുണ്ട്. ഇപ്പം ഇവരെയൊക്കെ തൂക്കിയെടുക്കണം. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നുകൊണ്ട് ഇവന്മാരെ എല്ലാം തൂക്കിയെടുത്ത് അകത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. ഏതായാലും ഇപ്പോൾ ഒരു പുതിയ തരം ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിനകത്തൊക്കെ നിധി ഉണ്ടെന്ന്, ആ നിധിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് ഒരു ഒന്നാം തരം മരപ്പൊട്ടനായിട്ടുള്ള ഒരു വേട്ടാവളിയൻ വന്നിട്ടുണ്ട്. ആ വേട്ടാവളിയന് മതപണ്ഡിതനായിട്ടുള്ള നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾക്കാതെ പോയത് വീഡിയോ കാണാം. നിങ്ങളുടെ വീട്ടിൽ മറഞ്ഞു കിടക്കുന്ന നിധി ഉണ്ടെങ്കിൽ എങ്ങനെ അത് കുഴിച്ച് പുറത്തെടുക്കാം? കേട്ടു നോക്കും. നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം. അതിനൊക്കെ എന്താ മാർഗം എന്നറിയാം. കുഴിയെടുക്കാൻ പറ്റ ഒരു കാര്യം മുഖവരി എന്നുള്ള പറഞ്ഞോട്ടെ. കുഴി എടുക്കുന്നതിന് മുമ്പ് കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടെന്ന് കവർ ചെയ്തേക്കണം. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ കുഴിയെടുക്കുന്ന ഭാഗം പഴയ സെപ്റ്റിക് ടാങ്ക് ഉള്ള സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായി കൈ മുഴുവനും ആ നിധിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ ചുറ്റുന്നത് നല്ലതായിരിക്കും. നിധി പൊടിയണ്ട. ബാക്കിയാകട്ടെ. ഞായറാഴ്ച ദിവസം ആള് വെജിറ്റേറിയൻ ആയിരിക്കണം. ശനി ഞായറും ദിവസങ്ങളിൽ. ഞായറാഴ്ച ദിവസം നോമ്പുകാരനായിരിക്കണം. നോമ്പ് നോറ്റുകൊണ്ട് ഞായറാഴ്ച ദിവസം ഖമറിന്റെ സായത്തില്, അതായത് ചന്ദ്രന്റെ സമയത്ത് രാത്രി, ഒരു വെള്ള കാർഡ് എടുത്തുകൊണ്ട് അതില് കുങ്കുമപ്പൂവും. ഇങ്ങനൊക്കെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ മറഞ്ഞു കിടക്കുന്ന നിധി പുറത്തെടുക്കാം. നിധി ഇല്ലെന്നും നിധി കിട്ടത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ നിധിയെക്കുറിച്ചും അത് കിട്ടിയാൽ അതിൻ്റെ സക്കാത്തിനെ കുറിച്ചും ഒക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇങ്ങനൊരു നിധി പുറത്തെടുക്കാൻ ഇവർക്കൊക്കെ സാധ്യമായിരുന്നു എങ്കിൽ ഇവരൊന്നും ഈ പണിക്ക് നിൽക്കത്തില്ല. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങളെപ്പോലുള്ള നിഷ്കളങ്കരായ മനുഷ്യരോടാണ് ഞാൻ ഈ ഉദ്ബോധനം നടത്തുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ നിധി കുഴിച്ചെടുക്കൽ, പത്തിരി ഇത്ര അളവിൽ വട്ടത്തിൽ ഉണ്ടാക്കൽ, ഒരു മുമ്പല്ല്, ഒരു പല്ലിൻ്റെ കൂടെ ഒരു പല്ല് വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം, ഇതൊക്കെയാണ് വർത്തമാനകാല ഇസ്ലാമിക ചർച്ചകൾ. നമുക്ക് ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ ദൃഢത, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവപണ്ഡിതന്മാരായ നമ്മുടെ പുഴക്കാട്ടേരി ഉസ്താദ്, ഷുഹൈബുൽ ഹൈത്തമി, അതുപോലെ തന്നെ സജീർ ബുഖാരി അടക്കമുള്ള വളരെ കുറഞ്ഞ പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ. അവർക്കാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നത്തെ ജൻസി തലമുറക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോടൊക്കെ ഒന്ന് സംവദിച്ചിട്ടാണ് അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അത്രയും വിശാലമായ അവർക്ക് കാര്യങ്ങൾ, സിബത്തുള്ള സക്കാഫി അടക്കമുള്ള ആളുകൾ. എന്നാൽ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവരിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുഖമെന്ന സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ട് ആരും വരുന്നില്ല? കാരണം ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യലാഭം ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ആളുകൾക്കൊക്കെ വേണ്ട എന്താണ്? പണമാണ്, കാശാണ് വേണ്ടത്. അങ്ങനെ കാശ് കിട്ടുന്ന പണിയിൽപ്പെട്ട വകുപ്പുകളാണ് ഇതെല്ലാം. ഇതിപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ നിധി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നേട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവൻ അതിനുവേണ്ടി എവിടെ വരെ സഞ്ചരിക്കാനും തയ്യാറാണ്. ഇതിൽ ആകൃഷ്ടരാകുന്ന മനുഷ്യർ സ്വാഭാവികമായി ഇവരെ വിളിക്കും, ഇവരതിൻ്റെ വഴികൾ പറഞ്ഞു തരും. ഇതിൻ്റെ നേട്ടമാർക്കാം. നിങ്ങൾക്ക് നിധി കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള നിധി ഇതുണ്ടല്ലോ, ഇത് അവരുടെ കയ്യിലെത്തും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി മെസ്സേജ് വിടുകയാണ്. ഞാൻ ചിരിച്ച് വല്ല അത്ഭുതപ്പെട്ടു പോയി. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ വീട്ടിൽ
അമ്മായിയമ്മനെ കൊണ്ട് ഭയങ്കര അസ്വസ്ഥത. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഏതോ ആള് ഒരു വീഡിയോയിൽ പറഞ്ഞു, പത്തിരി ഉണ്ടാക്കുമ്പോൾ ചെറുവട്ടത്തിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ദാരിദ്ര്യം വരും. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ കുട്ടി ഉണ്ടാക്കുന്ന പത്തിരിക്ക് വലിപ്പം കൂടിയാൽ ഈ സ്ത്രീ അവരോട് കയർക്കും, മോശം പറയും. അവരുടെ കുട്ടിക്ക് ഒരു പല്ല് ഇടമ്പല്ല് വന്നു. അതും ഏതോ വീഡിയോയിൽ ആരോ പറഞ്ഞു അങ്ങനെ ഇടമ്പല്ല് വരുന്നത് അത് വീടിന് ദോഷമാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ വർത്തമാനകാല ഇസ്ലാമിക ലോകത്തിൻ്റെ ചർച്ച. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാണ് ആളുകളെ ഇങ്ങനെ ആകർഷക. ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല ഡോക്ടർ, ആ ഡോക്ടറിനെ കുറിച്ച് പ്രൊമോഷൻ ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ വേണോ? അയാൾ നല്ല വൈദ്യനും നല്ല ഡോക്ടറുമാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിലേക്ക് ഓടിച്ചെല്ലൂല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പ്രചാരണം കൊണ്ട്, മൊഴിപ്രചാരണം കൊണ്ട് അയാൾ നല്ലൊരു വൈദ്യനാണ്, അയാൾ നല്ല ഉഷാറുള്ള ഡോക്ടറാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നത്? നിങ്ങൾ കാണുന്നില്ല ഈ കള്ളത്തരമൊന്നും, വർത്തമാനകാലത്തെ കള്ളത്തരമൊന്നും കാണുന്നില്ലേ? ഇവിടെ വന്ന ആളുകൾ ഞാനൊന്ന് മന്ത്രിച്ചു കൊടുത്ത സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറി. ഈ ഏലസ് കിട്ടൂ, നിങ്ങളുടെ ആവശ്യം എന്തിനാണ് ഈ പ്രൊമോഷൻ? നിങ്ങളിൽ അങ്ങനെ ഒരു പ്രതിഭയുണ്ടെങ്കിൽ മാലോകർ മുഴുവനും നിങ്ങളിലേക്ക് ആകർഷകരായി വരില്ലേ? നിങ്ങളങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇതൊക്കെ കച്ചവടമാണ്, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കലാണ്. ഈ മനുഷ്യരുടെ നിഷ്കളങ്കത, മുസ്ലിമീങ്ങളായ കുറേ മനുഷ്യരുടെ നിഷ്കളങ്കത, അതിനെ ചൂഷണം ചെയ്യുകയും അവരെ ഈ നിധിയിലും അവരെ ഈ വട്ടയപ്പത്തിലും അവരെ ഈ കുഴിയിലുമൊക്കെ ഇട്ട് വട്ടം കറക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പണി നിങ്ങൾ സ്വയം നന്നാവൽ മാത്രമാണ്, ആ ജനതയെ നന്നാക്കലല്ല. 1000 സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. നിങ്ങളോട് പറയുകയാണ്, മുസ്ലിം ഉമ്മത്തെ ഇതല്ല മതം കേട്ടോ, ഇതല്ല മതം. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്കൊരു ഇസ്ലാമുണ്ട്, ഒരു മധ്യനിലയിലുള്ളൊരു ഇസ്ലാം. അത് ഇത്തരം ചൂഷണങ്ങളുടെയും ഇത്തരം പ്രഹസനങ്ങളുടെയും ഇത്രയും പ്രകടനപരതയുടെയും ഇസ്ലാം അല്ല. അത് കാരുണ്യത്തിൻ്റെ മതമാണ്, അത് നിതാന്ത ദർശനമാണ്. അത് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇസ്തിറാഹത്താണ്, മാനസിക സന്തോഷമാണ്. ആ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ഒരു ചൂഷകനും നിങ്ങളുടെ അയലത്തേക്ക് വരില്ല. നിങ്ങൾ സ്വയം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകയുമില്ല. കാരണം നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മകളെ തിരിച്ചറിയാനുള്ള ബോധവും വിവേകവും നിങ്ങളിൽ സ്വാഭാവികമായി അന്തർലീനമായി കിടപ്പുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം അത് പ്രകടമാക്കി തരികയും ഇത്തരം തിന്മകൾ നിങ്ങൾക്ക് അകലാൻ അതൊരു വഴിയൊരുക്കി തരികയും ചെയ്യും. അല്ലാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാകട്ടെ. കേട്ടല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള നിധി എടുക്കേണ്ട പൊടിക്രിയകളും ടെക്നിക്കൊക്കെ ഈ വേട്ടാവളിയനായിട്ടുള്ള ഈ ഉസ്താദ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തിയിരുന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന ലവൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഇത് ഉസ്താദ് കൊടുത്ത കൃത്യമായിട്ടുള്ള മറുപടിയും കണ്ടല്ലോ. ഇവരിൽ ആരാണ് യഥാർത്ഥ ഉസ്താദ് എന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതവിവാഹത്തിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പിടുങ്ങാൻ വേണ്ടി ഇതുപോലുള്ള ചില വൃത്തികെട്ട കൂതറകൾ ഇവന്മാർ ഇരിക്കുന്നിടം നോക്കി അടിച്ച് ഇവനെയൊക്കെ അവിടുന്ന് പറപ്പിക്കണം. പോയി വല്ല പണിയെടുത്ത് ജീവിക്കലാന്ന് ഈ ഊളകളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങൾ ഇറങ്ങണം. അതാത് സമുദായത്തിൻ്റെ ആളുകൾ ഇറങ്ങണം. മറ്റൊരാൾ പോയിട്ട് ഞോണ്ടിക്കഴിഞ്ഞാൽ അവിടെ ഉടനെ വർഗീയതയും മറ്റൊന്നും കുത്തിത്തിരിക്കൊണ്ട് വരും. അതുകൊണ്ടാണ് ഇവനെപ്പോലുള്ളവനെയൊക്കെ നമ്മൾ തന്നെ വിമർശിക്കണം, നമ്മൾ തന്നെ ഇവനെയൊക്കെ നിലക്ക് നിർത്തണം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള കള്ള പ്രചരണങ്ങൾ നടത്തി പൈസ പിടുങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. ഇവരുടെ ഒന്നും വലയിൽ പോയി നിങ്ങൾ ആരും പോയി ചാടിക്കൊടുക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ളത് സർവശക്തനായിട്ടുള്ള തമ്പുരാനോട് നേരിട്ട് അങ്ങ് പറയുക. അദ്ദേഹം തരും നിങ്ങൾക്കെല്ലാം. അല്ലാതെ ഇവരുടെ പുറകെ പോയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിധി അത് ഇവന്മാർ ഊറ്റിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി അയക്കുക. ഇതുപോലുള്ള ആളുകളുടെ അടുത്ത് പോയി പെടാതിരിക്കുക, സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.